പട്ട് പോലെയുള്ള സ്കിന്ന് കിട്ടാനായിട്ട് നമുക്കിന്ന് ഒരു 5 ഫേസ് പാക്ക് നോക്കാം. 5എണ്ണം ഒന്നിച്ച് കയറ്റിയിടണ്ട, ഒരെണ്ണം ട്രൈ ചെയ്ത് ഒരു 15 ഡേയ്സ് 20 ഡേയ്സ് കഴിഞ്ഞിട്ട് അടുത്ത് ട്രൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫേസ് പാക്ക് എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ ഞാൻ ഇൻഗ്രീഡിയൻസ് കാണിക്കാം. എല്ലാ ഫേസ് പാക്കിനും കൂടി ഉള്ളതാണ് കേട്ടോ. ഹണിയുണ്ട്, എഗ്ഗുണ്ട്, ഇത് കടലമാവാണ്, പാലുണ്ട്, ഒരേ ഒരു ടൊമാറ്റോ, കുറച്ച് തൈര്, കുറച്ച് ഷുഗർ, ദെൻ ബനാന. ഇതെല്ലാം 5 ഫേസ് പാക്കിന് വേണ്ടിയുള്ളതാണ്. ഞാൻ കാണിക്കാം എങ്ങനെയാണ് ഈ ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കുന്നതെന്ന്. ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫേസ് പാക്കിലോട്ട് പോകാം. ഫസ്റ്റ് ഫേസ് പാക്കിലേക്ക് നമുക്ക് വേണ്ടത് ബനാന. എന്തെങ്കിലും ബനാന മതി കേട്ടോ. നന്നായിട്ട് പഴുത്ത ബനാന ആയിരിക്കാൻ നോക്കുക. പിന്നെ ഷുഗർ. പച്ച ബനാന വേണ്ട എന്ന് പറയുന്ന, അതായത് ഒരു സെമി റൈപ്ഡ് ബനാന വേണ്ടെന്ന് പറയാൻ കാര്യം ചിലപ്പോൾ ആസിഡിക് ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കും. പഴുത്താണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് മുഖത്ത് തേക്കാം. പിന്നെ എന്ത് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു പാച്ച് ടെസ്റ്റ് നടത്താൻ മറക്കില്ല, ഈവൻ ദോ ഇറ്റ് ഈസ് ഓർഗാനിക് ഓൾസോ. ഓക്കെ, ഒരു ഫുൾ ബനാന വേണ്ട, ഒരാൾക്ക് ഇത്ര മതി കേട്ടോ. ഞാൻ അത്രയും ബനാന കാണിച്ചെന്നേ ഉള്ളൂ. ഇത് നിങ്ങൾ തിന്നാം. Always banana will give you some glucose in your blood, so it's good actually. Everything in a limited way. Okay, അടുത്തതായിട്ട് നമുക്ക് ഈ പഞ്ചസാര, കുറച്ച് ഷുഗർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു സ്മൂത്ത് പേസ്റ്റ് ആക്കിയിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുക. കുളിക്കാൻ പോകുന്നതിന് മുന്നേ അപ്ലൈ ചെയ്താൽ കുറച്ചുകൂടെ നമ്മൾക്ക് സൗകര്യമാണ്. കുളിച്ചിട്ടിങ്ങി പോരാം, അല്ലെങ്കിൽ അപ്ലൈ ചെയ്തൊരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കഴുകിക്കളയാം. ലൂക്ക് വാം വാട്ടറിൽ കഴുകുക. പിന്നെ അത് കഴിഞ്ഞ് ഫേസ് വാഷ് അല്ലെങ്കിൽ കടലമാവ് ഇട്ട് കഴുകുന്നതാണ് നല്ലത്. ഞാൻ കടലമാവ് ഇട്ട് കഴുകിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഫേസ് വളരെ നന്നായിരുന്നു. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഫേസ് വാഷ് മിക്സ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്തല്ല കാണിക്കാൻ പോകുന്നത്, കയ്യിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. ബിക്കോസ് നമ്മൾ ഒരേ ടൈമിൽ 5 ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് 5ഉം കൂടെ ഒന്നിച്ച് എനിക്കിടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കയ്യിലിട്ട് കാണിക്കാം. നിങ്ങൾക്ക് കയ്യിൽ അതിൻ്റെ ഡിഫറൻസും കാണാം കേട്ടോ, എന്താണ് ഡിഫറൻസ് എന്ന്. ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്യുവാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. നിങ്ങളുടെ മേക്കപ്പ് ബ്രഷിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു സ്മൂത്ത് ബ്രഷ് ഓൾവേസ് ഇതുപോലെ അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേസിലധികം സ്കാറൊന്നും ആകാതെ സ്മൂത്തായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ ഈ ബ്രഷ് കുറേ നാളുകളായിട്ട് ഇത് തന്നെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഞാനിത് ഫേസ് വാഷിൻ്റെ കുറച്ച് ലോഷനും വാം വാട്ടറിലും ഇട്ടിട്ട് വാഷ് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. ഓരോ ടൈം യൂസ് ചെയ്ത് കഴിയുമ്പോഴും ഞാൻ അങ്ങനെ വാം വാട്ടറിലിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ഏതായാലും അപ്ലൈ ചെയ്തു. കൈയൊക്കെ നമ്മളുടെ ഈവൻ ഒരേ കളറാകാനായിട്ട് ഇങ്ങനെ കയ്യിലും ഫുൾ ബോഡിയിൽ ഇതിടാം കേട്ടോ. നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ബോഡിയിലിട്ടാലും നല്ലതാണ്. നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ടെക്സ്ചർ കിട്ടും. നിങ്ങളുടെ മാരേജൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ പരീക്ഷിച്ചല്ല ഉപയോഗിച്ച് നോക്കാമെന്നാണ് വാക്കുകൾ എനിക്ക് മാറിപ്പോകുന്നത്. ഓക്കെ, യു ക്യാൻ ട്രൈ ദിസ് ആക്ച്വലി. ബട്ട് ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ ഫേസിൻ്റെ മാറ്റം. 1-2 ദിവസം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫേസിൻ്റെ മാറ്റത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കും. ഇതുകൊണ്ട് പ്രത്യേകിച്ച് അലർജി ഒന്നും ഇല്ല കേട്ടോ. നല്ല പഴുത്ത പഴമായിരിക്കണം. എഗെയിൻ ഞാൻ പറയുന്നു, സെമി റൈപ്ഡ് ഒക്കെ ആണെങ്കിൽ സെമി റൈപ്ഡ് ബനാനയ്ക്ക് ഷുഗറും കുറവാണ്, കുറച്ച് അസിഡിക് ക്യാരക്ടർ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇതിങ്ങനെ അപ്ലൈ ചെയ്തൊരു 15 മിനിറ്റ്സ് വെക്കുക. വെച്ച് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയാം ലൂക്ക് വാം വാട്ടറിൽ. ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ കൈയിൻ്റെ എഫക്റ്റ് കാണിച്ചു തരാം. വാഷ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആ എഫക്റ്റ് കാണാൻ പറ്റും. മറ്റേ ഇവിടെ ഈ ഒരു പ്ലാന്റിൻ്റെ ഷെയ്ഡുണ്ട്, ഇപ്പം കാണാൻ പറ്റുന്നില്ലേ? സോ ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സോ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് അറിയാം. ഞാൻ ഒരിക്കലും കൊറിയൻ സ്കിൻ നിങ്ങൾക്ക് കിട്ടും എന്നല്ല പറയുന്നത്. നിങ്ങളുടെ ബെറ്റർ വേർഷൻ ഓഫ് സ്കിൻ, അതായത് നിങ്ങളുടെ നമ്മൾ ഡ്രസ്സ് ഇടുന്നതിനകത്തൊരു കളർ ഉണ്ടായിരിക്കുമല്ലോ, സോ ആ കളർ ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് ഫേസ് പാക്ക്, സെക്കൻഡ് വണ്ണിലേക്ക് നമുക്ക് പോകാം. അതിന് വേണ്ടത് എഗെയിൻ ബനാന തന്നെയാണ്. പിന്നെ ഞാൻ കുറച്ച് ടോൺഡ് മിൽക്കാണ്, അതായത് നല്ല കട്ടിയുള്ള പശുവിൻ്റെ പാലാണ്. കട്ടിയുള്ള പശുവല്ല, പശുവിൻ്റെ വാട്ട് ഈസ് ദാറ്റ്, പശുവിൻ്റെ ഓക്കെ, ഇറ്റ് ഈസ് ടോൺഡ് മിൽക്ക്, ക്രീംഡ് മിൽക്ക്. ഓക്കെ, പിന്നെ വേണ്ടത് ഈ കടലമാവാണ്. ഓക്കെ, ഇത് വളരെ നല്ലതാണ്. ഇത് നമുക്കിത് 3ഉം കൂടെ മിക്സ് ചെയ്തിട്ടാണ് അടുത്ത ഫേസ് പാക്ക് ഞാൻ കാണിച്ചു തരാം. കടലമാവ് ഇത്രയും മതി ഒരാൾക്ക്. പിന്നെ കുറച്ച് പാൽ വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഒഴിക്കാം. അടുത്തത് ബനാനയാണ്.
ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്യാം. ഞാൻ കൈകൊണ്ട് മിക്സ് ചെയ്യുകയാണ്, കാരണം സ്പൂൺ വെച്ച് മിക്സ് ചെയ്തിട്ട് സ്പൂണിൻ്റെ സൗണ്ട് മൈക്കിനകത്ത് ഒരുപാട് കിട്ടുന്നു. പിന്നെ എൻ്റെ അടുത്ത് വുഡൻ സ്പൂൺ ഇത്ര ചെറുതില്ല, നെക്സ്റ്റ് ടൈം ഞാൻ വാങ്ങിച്ച് വെക്കാം. സോ നിങ്ങൾക്ക് കുറച്ച് തിക്കായിട്ടുള്ള പാക്ക് ഇടുന്നത് നല്ലതാണ് കേട്ടോ മുഖത്തിന്. സോ ഇത് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചുടച്ച് ചേർക്കുക. നല്ല സ്മൂത്ത് ആക്കണം. ഇതുപോലെ നല്ല ഒരു സോഫ്റ്റി പഫി ടെക്സ്ചറിലെ ഈ ഒരു മിക്സ്ചർ വരും. കടലമാവ്, വാഴപ്പഴം, പിന്നെ പാല്. ഓക്കെ, ഞാൻ ഇതും കയ്യിൽ തന്നെ അപ്ലൈ ചെയ്താണ് കാണിക്കുന്നത്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു 5 പാക്ക് ഒന്നിച്ച് ഫേസിലിടാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനിത് കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചിട്ട് ഡിഫറൻസ് കാണിച്ചു തരാം. ഓക്കെ, കയ്യിൽ അപ്ലൈ ചെയ്യുവാണ്. ഓൾറെഡി ഒരു പാക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് കൈ നല്ല ഇതായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുക. എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു 15 to 20 മിനിറ്റ്സ്, അതായത് നിങ്ങളുടെ സ്കിൻ ടോണിൻ്റെയും പിന്നെ നമ്മുടെ ക്ലൈമറ്റിൻ്റെ അനുസരിച്ചുണ്ട് കേട്ടോ. ചിലപ്പം വിൻ്ററൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം ഇടുന്നത് നല്ലതായിരിക്കും. നമുക്ക് മോയ്സ്ചർ കുറച്ച് കൂടുതൽ നമ്മുടെ സ്കിന്നിൽ നിലനിർത്താനായിട്ട് സഹായിക്കും. അതുപോലെ സമ്മർ ആണെങ്കിലും നമുക്ക് കുറച്ച് പെട്ടെന്ന് ഡ്രൈ ആകുന്ന കാരണം കുറച്ച്, ഇനിയിപ്പോൾ സമ്മറാണല്ലോ, കുറച്ച് തിക്കായിട്ട് ഇതിങ്ങനെ മുഖത്തിരിക്കുന്നത് കുറച്ച് ഫേസിലോട്ട് സ്കിന്നിനകത്തോട്ടും അബ്സോർവ് ചെയ്യാൻ നല്ലതാണ്. ഞാൻ ഇന്നലെ ഒരു ഡെർമറ്റോളജിസ്റ്റുമായിട്ട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് നമ്മൾ എന്ത് സ്കിന്നിലിട്ടാലും അത് നമ്മുടെ ഉള്ളിലേക്കും കൂടെ കുറച്ച് അബ്സോർവ് ആകും എന്നാണ് പറഞ്ഞത്. ഞാൻ ആ ഒരു പോഡ്കാസ്റ്റ് ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാം. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ കുറേ ചോദ്യങ്ങൾക്ക് പുള്ളിക്കാരി ആൻസർ പറയുന്നുണ്ട്, അത് നമുക്ക് കാണാം. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഫുൾ അപ്ലൈ ചെയ്യണം. ഞാൻ ഏതായാലും ഇടുന്നുണ്ടല്ലോ, വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചത്. അത് ഞാൻ കയ്യിലൊക്കെ പാക്ക് ഇടാറുണ്ട് കേട്ടോ. എൻ്റെ ഫുൾ ബോഡിയിലും എനിക്ക് സമയമുള്ള സമയമാണെങ്കിൽ ഞാൻ ഇടാറുണ്ട്. അതൊരു കൈൻഡ് ഓഫ് റിലാക്സേഷൻ ആൻഡ് യോഗ കൂടിയാണ്. യോഗ മീൻസ് നമ്മൾ ചെയ്യുന്ന അങ്ങനെ യോഗ അല്ല, ഒരു കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ കൂടിയാണ്. സോ ഇങ്ങനെ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ലൂക്ക് വാം വാട്ടറിൽ കഴുകുക. ഇത് അറ്റ്ലീസ്റ്റ് 15 ഡേയ്സ് എങ്കിലും നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ. പിന്നെ എന്ത് പാക്കിട്ടാലും ക്ലീൻഡ് സർഫേസിലിടാൻ മറക്കരുത്. നിങ്ങൾ ഫസ്റ്റ് ഫേസ് കടലമാവ് കൊണ്ട് വാഷ് ചെയ്യുവോ, പയറുപൊടി കൊണ്ട് വാഷ് ചെയ്യുവോ, അരിപ്പൊടി കൊണ്ട് വാഷ് ചെയ്യുവോ, അല്ലെങ്കിൽ ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്യുവോ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഞാൻ ഈ പറയുന്ന എല്ലാ പാക്കുകളും ഇടും. ഈ പറയുന്ന പാക്കുകളല്ല, എന്ത് തന്നെ ഫേസിലിട്ടാലും, ഈവൻ മേക്കപ്പ് നിങ്ങൾ ഇടുന്നതിന് മുന്നേ തന്നെയും ഫേസ് കഴുകിയിട്ടിടണം. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ആക്നെ വരും, പിമ്പിൾസ് വരും, റാഷസ് വരും. ഓക്കെ, അതുകൊണ്ട് ഫേസ് ക്ലിയർ ആണോ ക്ലീൻ ആണോ എന്ന് എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത ഫേസ് പാക്കിലേക്ക് നമുക്ക് വേണ്ടത് ബനാന തന്നെയാണ്. പിന്നെ വേണ്ടത് ഹണിയാണ്. ഇതിനകത്ത് ഹണി ഉണ്ട് കേട്ടോ. നമുക്ക് ബനാനയും ഹണിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ബനാന ഒരാൾക്ക് തേക്കാൻ ഇത്ര തന്നെ മതിയാവും കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുകയാണ്. അഗെയിൻ ഞാൻ പറഞ്ഞില്ല, എൻ്റെ അടുത്ത് വുഡൻ സ്പൂൺ അത്ര മിക്സ് ചെയ്യാൻ അത്ര സ്ട്രോങ് ആയിട്ടുള്ള സ്പൂണില്ല. പിന്നെ ഈ പാത്രത്തിന് പറ്റിയ സൈസിലുള്ളതും ഇല്ല. സോ എക്സ്ക്യൂസ് മീ ഫോർ മിക്സിങ് ഇറ്റ് വിത്ത് മൈ ഹാൻഡ്, ബട്ട് യു ക്യാൻ ഡു വിത്ത് യുവർ ഹാൻഡ്, നോ പ്രോബ്ലം ഇൻ ദാറ്റ്. ബട്ട് മേ ബി somebody will get annoyed, that's okay, but this is my convenience. Everything is our convenience. Okay, whatever we are doing. So mix ചെയ്ത് മിക്സ് ഒരു സ്മൂത്തി സിൽക്കി ടെക്സ്ചർ ആക്കി എടുക്കുക. കയ്യിൽ ഞാൻ അപ്ലൈ ചെയ്യാണ്. ആക്ച്വലി നിങ്ങൾ ഫേസിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. കയ്യിൽ ഞാൻ എക്സാമ്പിൾ കാണിക്കുന്നതേ ഉള്ളൂ. ഇത് നന്നായിട്ട് ഫേസിൽ കുറച്ച് തിക്കായിട്ടിട്ട് ഒരു 15 മിനിറ്റ്സ് to 20 മിനിറ്റ്സ്, ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച്. ഇപ്പോൾ കുറച്ച് തിൻ സ്കിന്നാണ്, കുറച്ച് നല്ല ഫെയർ സ്കിന്നാണ്, അല്ലെങ്കിൽ യുവർ സ്കിൻ ഈസ് ഡസ്കി മീൻസ് അതിനനുസരിച്ച് നിങ്ങൾ കുറച്ച് സമയം കൂട്ടാം. അതായത് ഡസ്കി സ്കിന്നുകാർക്ക് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കാണാൻ പറ്റും. ഫെയർ സ്കിന്നുകാർക്ക് കുറച്ച് നേരം എക്സ്ട്രാ വെച്ചാലാണ് ഇച്ചിരൂടെ നമുക്ക് അത് വിസിബിളായിട്ട് കാണാൻ പറ്റും ഫസ്റ്റ് ഡേ ഒക്കെ കേട്ടോ. 15 ഡേയ്സ് നിങ്ങൾ ഇട്ട് കഴിയുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് ആ ഒരു റിസൾട്ട് കാണാൻ പറ്റും. ഇത് നമുക്ക് പ്രീ ബ്രൈഡൽ സ്കിൻ കെയർ ആയിട്ട് കൂടെ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. പിന്നെ ഉപയോഗിച്ച് നോക്കുന്നതിന് മുന്നേ ഡെഫിനറ്റ്ലി കൈൻഡ്ലി
പാച്ച് ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഈവൻ ദോ ഓൾ ദീസ് പ്രോഡക്റ്റ് ആർ നാച്ചുറൽ. ഓക്കെ, സോ നമുക്കറിയില്ല നാച്ചുറൽ പ്രോഡക്റ്റും അലർജിയാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് മഷ്റൂം അലർജിയാണ്. അതുപോലെ ഒരു കൊത്തവരയ്ക്ക എന്ന് പറഞ്ഞൊരു പയറുണ്ട്, അതെനിക്ക് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തലവേദന എടുക്കും. മഷ്റൂം കഴിച്ചാലും എനിക്ക് തലവേദന എടുക്കും. അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഹെർബലാണ് അല്ലെ ഓർഗാനിക് ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എന്താണ് അലർജി എന്ന് അറിയാൻ പറ്റില്ല. സോ പാച്ച് ടെസ്റ്റ് എടുത്ത് നോക്കുക. നേരത്തെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പരിചയമുണ്ട്, ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മളുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറും മുടിയുടെ ടെക്സ്ചറും ഒക്കെ കുറേ നാളുകൾക്കുള്ളിൽ മാറും. കാരണം എൻ്റെ മുടി കുറച്ച് സ്ട്രെയിറ്റ് ആയിരുന്നു, ഇപ്പം നല്ല കേളിയാണ്. എനിക്കറിയില്ല എൻ്റെ മുടി എങ്ങനെ ഇങ്ങനെ ചുരുളുന്നു. നല്ലൊരു മോയ്സ്ചർ സ്കിന്നിൽ നിലനിർത്താനായിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ എല്ലാ പായ്ക്കും തന്നെ. ഓക്കെ, ഇത് ഹണിയൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഉടനെ തന്നെ എഫക്റ്റ് അറിയാൻ പറ്റും. പിന്നെന്താ പറയണ്ടേ, ഉറപ്പായിട്ടും 15 ഡേയ്സ് ഉപയോഗിച്ചിട്ട് പറയാം. ലൂക്ക് വാം വാട്ടറിൽ തന്നെ കഴുകണം കേട്ടോ. എന്ന് വെച്ചാൽ ചൂട് വെള്ളമല്ല ഞാൻ പറയുന്നത്, ചെറിയ ചൂട് തോന്നിക്കുന്ന വെള്ളത്തിൽ കഴുകുക. പിന്നെ തണുത്ത വെള്ളം കൊണ്ട് കടലമാവോ പയറുപൊടിയോ അല്ലെങ്കിൽ ഫേസ് വാഷോ ഒക്കെ ഇട്ട് വാഷ് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിട്ട് മോയ്സ്ചറൈസ് ഇടാൻ മറക്കരുത്. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് വേണ്ടത്, നെക്സ്റ്റ് ഫേസ് പാക്കിലേക്ക് വേണ്ടതും ഹണി തന്നെയാണ്. കുറച്ച് ഹണി മതി. പിന്നെ വേണ്ടത് കുറച്ച് കേടാണ്. ഞാനൊരു 1 സ്പൂൺ കേട് മാത്രമേ ഇതിനകത്തോട്ടിടുന്നുള്ളൂ. പിന്നെ ബനാന ആണ്. ഓക്കെ, ഇത് നമുക്ക് മിക്സ് ചെയ്യാം. സോ മിക്സ് ചെയ്ത് നല്ല ഫ്ലഫി ആയിട്ട് നല്ലൊരു ക്രീമി ഫ്ലഫി സ്മൂത്തി ടെക്സ്ചർ കിട്ടും. ഇത് നമുക്ക് കയ്യിൽ ഇടാം. മുഖത്തിടണം കേട്ടോ, ഞാൻ കയ്യിലിട്ട് കാണിക്കുന്നതാണ്. സോറി, വെളിയിൽ ആരോ ഐസ് വിൽക്കുന്ന ആൾ പോകുന്നുണ്ട്, അയാൾ ടിങ് 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 അടിച്ചിട്ട് പോകുന്നു. സോ എക്സ്ക്യൂസ് മീ ഫോർ ദാറ്റ്. പറ്റാഞ്ഞിട്ട് ചർച്ചിൻ്റെ ബെല്ല് വേറെ അടിക്കുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ. സോ നമുക്കിതിപ്പോൾ ഇട്ട് നോക്കാം. ഇതും നല്ല തിക്കായിട്ട് ഇട്ട് കൊടുക്കണം. ഓക്കെ, കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതല്ല, ഇട്ട് കൊടുക്കണം. നമുക്ക് ബ്യൂട്ടി വേണം, ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യണം, നിലനിർത്തണം, കുറച്ച് പ്രൊലോങ് ചെയ്യണം. നമ്മുടെ ഏജിൻ്റെ റിങ്കിൾസ്, ഫൈൻ ലൈൻസ് എന്നൊക്കെ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലത്തെ റെമഡീസ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. ബാക്കിയുള്ള കോസ്മെറ്റിക്സിലോട്ടൊക്കെ ഒത്തിരി പോകുന്നതിന് എന്ന് വെച്ച് നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിന് ഇതിന് കുറച്ചൊക്കെ നമുക്ക് സിറംസും ഒക്കെ വേണ്ടത് തന്നെയാണ്. പക്ഷെ അതിൻ്റെ കൂടെ നമ്മുടെ ഒരു ഐശ്വര്യമുള്ള മുഖം, ആ സ്കിൻ അങ്ങനെ നിർത്താൻ വേണ്ടി നമ്മുടെ കണ്ണിൻ്റെ പഫ്നെസ്, കണ്ണിൻ്റെ ടയർഡ്നെസ് ഒക്കെ അറിയാതിരിക്കാൻ വേണ്ടി ഇതുപോലെ കണ്ണിൻ്റെ ചുറ്റിനുമൊക്കെ ഇതൊക്കെ ആകുമ്പോൾ സേഫായിട്ട് നമുക്ക് ഇടാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ 15 മിനിറ്റ്സ് നമുക്ക് നമ്മളെ തന്നെ റീവൈൻഡ് ചെയ്ത് ആലോചിക്കാനും ഒക്കെ ഒരു സമയം കിട്ടും. ഒരു 15 മിനിറ്റ്സ് ഇതിട്ടിട്ട് നമ്മളിരിക്കുമ്പോൾ ഇതൊക്കെ വളരെ നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന പാക്കുകളാണ് കേട്ടോ. നമ്മുടെ സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആകും. നമുക്ക് മേക്കപ്പ് ഒക്കെ ഇട്ടാൽ അതിൻ്റേതായ ഒരു വൃത്തി നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ സ്കിന്നിൻ്റെ അതായത് നമ്മുടെ സ്കിൻ നല്ലതല്ല എന്നുണ്ടെങ്കിൽ എന്ത് മേക്കപ്പ് ഇട്ടാലും അതുപോലത്തെ ഒരു റിസൾട്ടേ നമുക്ക് കിട്ടുള്ളൂ. മേക്കപ്പ് ഇട്ടുമ്പോൾ ആ ഒരു ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊക്കെ ഇടണം. പിന്നെ മാർക്കില്ലാത്ത സ്കിന്ന്, ബ്ലാക്ക് മാർക്കില്ലാത്ത സ്പോട്ട്ലെസ് ആയിട്ടുള്ള സ്കിന്നൊക്കെ കിട്ടാനായിട്ടാണ് ഇങ്ങനത്തെ പാക്കുകളൊക്കെ നമ്മൾ ഇടുന്നത്. സോ ഇതൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ചെയ്ത് നോക്കുക. ഒരു പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് 15 ഡേയ്സ് ഇട്ടാൽ മാത്രമേ എഫക്റ്റ് കിട്ടുകയുള്ളൂ, അതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ. പിന്നെ അഗെയിൻ ഞാൻ പറയുന്നു, ലൂക്ക് വാം വാട്ടറിൽ വാഷ് ചെയ്യണം. അത് കഴിഞ്ഞ് ഫോളോവിങ് ദാറ്റ് സാധാരണ വെള്ളത്തിൽ കഴുകണം. എന്നിട്ട് മോയ്സ്ചറൈസർ, എന്തെങ്കിലും മോയ്സ്ചറൈസർ നിങ്ങളുടെ കയ്യിലുള്ളത് ഇടാൻ മറക്കരുത്. ബോഡി ലോഷനൊന്നും മോയ്സ്ചറൈസറാണെന്ന് വിചാരിച്ച് ഫേസിൽ ഇട്ടേക്കരുത്. പിന്നെ ഇടുന്നതും ക്ലീൻ ഫേസിലാണെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ, ഇത് 15 മിനിറ്റ്സ് ഇങ്ങനെ ഫേസിൽ വെച്ചിട്ട് നന്നായിട്ട് ഞാൻ പറഞ്ഞ പോലെ വാഷ് ചെയ്യുക. അടുത്ത ഫേസ് പാക്ക് വന്നിട്ട് മുട്ടയുണ്ട്, അതിനകത്ത് ടൊമാറ്റോ ഉണ്ട്, പിന്നെ
ഹണി ഉണ്ട്. ഇത് ആൻറ്റി ഏജിങ്ങിനും കൂടെ ഉള്ളതാണ് കേട്ടോ. ഫൈൻ ലൈൻസ്, ആൻറ്റി ഏജിങ്, ബ്ലാക്ക് മാർക്ക്, റിങ്കിൾസ് എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ഫോർ യുവർ സ്കിന്നാണ് ഇത്. നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കാം. കുളിക്കുന്നതിന് മുന്നേ ഉപയോഗിച്ച് നോക്കൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമില്ല ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉപയോഗിച്ച് നോക്കൂ. അപ്ലൈ ചെയ്യുമ്പോൾ ക്ലീൻ ഫേസ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഹണി, എഗ്ഗ് വൈറ്റാണ് വേണ്ടത്. കുറച്ച് മതി കേട്ടോ, നമ്മുടെ ഒരു ഫേസ്, ഒരാൾക്കുള്ള ഫേസിലേക്കുള്ളത് മതിയല്ലോ, ബാക്കി നമുക്ക് ബുൾസൈ അടിക്കാം. ടൊമാറ്റോ ആണ് ഇത്, ഞാനിങ്ങനെ സ്ക്വീസ് ചെയ്തതിൻ്റെ ജ്യൂസ് ഒഴിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇത്ര മതിയാവും ഒരാൾക്കുള്ള ഫേസിലേക്ക്. ഇത് നിങ്ങൾക്ക് തിന്നാം, നല്ലതാണ് ടൊമാറ്റോ തിന്നുന്നത്. വൈറ്റമിൻ സി നിറയുള്ള ഒരു ഫ്രൂട്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഫേസിലിട്ട് ഇത് ഒരു ട്രാൻസ്പെറൻറ്റ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. എനിക്ക് ഓൾ ലാംഗ്വേജസ് ടുഗെദർ ഐ ആം ഗെറ്റിംഗ് കൺഫ്യൂസ്ഡ്. ഓക്കെ, സോ ഇത് വന്നിട്ട് നമുക്ക് ഫേസിൽ ഇത് ഹണി കുറച്ച് നോക്കി ശ്രദ്ധിച്ച് മിക്സ് ചെയ്യണം. ഓക്കെ, സോ ഇതൊരു സിറം പോലെ തന്നെയാണ്. ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലൊരു സോഫ്റ്റ്, നിങ്ങൾ കണ്ടില്ലേ ഈ സോഫ്റ്റ് ബ്രഷ്, ഇങ്ങനെ ഇതെൻ്റെ മേക്കപ്പ് ബ്രഷാണ്, അതിൽ നിന്ന് ഞാൻ മാറ്റിയ ഒരു സാധനമാണിത്. ഇങ്ങനെ ഒരു ബ്രഷ് നിങ്ങൾ എപ്പോഴും കരുതുന്നത് നല്ലതാണ്. നമ്മുടെ സ്കിന്നിനെ ഹേർട്ട് ചെയ്യാതെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. വളരെ സോഫ്റ്റാണിത്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സൂതിങ് ഫീലിംഗ് ആണ്. സോ ഇങ്ങനെ എടുത്തിട്ട് ഈ സീഡൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. സീഡ് വന്നുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. സോ അത് കഴിഞ്ഞ് ലുക്ക് വാം വാട്ടറിൽ കഴുകുക. ഞാൻ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. എഗ്ഗ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻ്റ് ആണ്, ആൻറ്റി ഏജിങ് സൊല്യൂഷൻ ആണ് എന്നുള്ളത്. നമ്മുടെ ഫേസിന് നല്ലൊരു ഇൻസ്റ്റൻറ്റ് പ്രോട്ടീനും കൂടെ കിട്ടുന്ന പോലെയാണ്. നല്ലൊരു എന്താ പറയണ്ടേ, റിങ്കിൾസ് ആൻഡ് ഫൈൻ ലൈൻസ് ഒക്കെ പോയിട്ട് ക്ലിയർ ആയിട്ട് നല്ല ഒരു എനർജറ്റിക് ആയിട്ടുള്ള സ്കിൻ നിങ്ങൾക്ക് കിട്ടും. ഇത്രേ ഉള്ളൂ. സോ ഇത് നമുക്ക് ഫേസിലും കയ്യിലും എവിടെയൊക്കെ നമുക്ക് ടാൻ അടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ബോഡി വേണേലും അപ്ലൈ ചെയ്യാം, നിങ്ങളുടെ സൗകര്യം ടൈമൊക്കെ അനുസരിച്ച്. അറ്റ്ലീസ്റ്റ് ഫേസും കഴുത്തും ഒരിക്കലും ഇതൊക്കെ അപ്ലൈ ചെയ്യുന്ന കഴുത്തിൽ കൂടെ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. കഴുത്ത് മറക്കല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കളർ കഴുത്തിൽ വേറൊരു കളർ കാണും. എപ്പോഴും എന്ത് നമ്മൾ ഫേസിൽ ഉപയോഗിക്കുന്ന അതൊക്കെ കഴുത്തിലിടാൻ മറക്കരുത് കേട്ടോ. കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇത് 15 മിനിറ്റ്സ് അല്ല 30 മിനിറ്റ്സ് ഇട്ടിട്ട് 30 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നല്ല ലൂക്ക് വാം വാട്ടറിൽ കഴുകിയിട്ട് അപ്പുറം ഫോളോയിങ് വിത്ത് നോർമൽ വാട്ടർ കഴുകിയിട്ട് ഒരു മോയ്സ്ചറൈസർ ഇടുക. കണ്ടിന്യൂ ദിസ് അറ്റ്ലീസ്റ്റ് 30 ഡേയ്സ്. ഓക്കെ, 30 ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ നിങ്ങൾക്കറിയാം പിന്നെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങൾക്ക് കാണാം കൈയിൻ്റെ ഡിഫറൻസ്. ഇത് ഞാൻ പറയുന്ന ഈ ഒരു ചെടി ഞാൻ ഭംഗിക്ക് വെച്ചത് കൊണ്ട് അതിൻ്റെ ഒരു ഷെയ്ഡുണ്ട്, കണ്ടില്ലേ ഇതുപോലത്തെ പല പാക്കുകളും എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. സോ ഞാൻ ഒരു പാക്ക് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും അത് ഓൾമോസ്റ്റ് 15 ഡേയ്സ് അല്ലെ 30 ഡേയ്സ് ഒക്കെ ഉപയോഗിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മളിപ്പോൾ 5 ടൈപ്പ് ഓഫ് ഫേസ് പാക്ക് കണ്ടു അല്ലേ. ഈ 5 ഫേസ് പാക്കും നമുക്ക് അത്രയ്ക്കും നല്ലതാണ് നമ്മുടെ സ്കിന്നിനെ യങ്ങായിട്ട് നിർത്താനും, നമ്മുടെ സ്കിന്നിലുള്ള റിങ്കിൾസ് മാറാനും, ഫൈൻ ലൈൻസ് മാറാനും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒരു ലൈൻ പോലൊക്കെ വരും, ഇവിടെ വരും. കണ്ണിനടിയിലാണ് എല്ലാവർക്കും പ്രോബ്ലം ഫസ്റ്റ് കാണുന്നത്. സോ എനിക്കൊക്കെ ഞാൻ എപ്പോഴും സിസ്റ്റത്തിൻ്റെ മുന്നിലിരിക്കുന്ന കാരണം ചെറുതായിട്ട് കണ്ണിനടിയിലൊക്കെ ചെറുതായിട്ടുണ്ട്. ബട്ട് അത്രയ്ക്കില്ല, ഞാൻ കെയർ ചെയ്യാറുള്ളത് കൊണ്ട് എൻ്റെ കണ്ണിനടിയിലൊന്നും അത്രയ്ക്ക് ഡിസ്കളറേഷനൊന്നും എൻ്റെ സ്കിന്നിനില്ല. ബിക്കോസ് ഞങ്ങളൊക്കെ ഐ തിങ്ക് 10th പഠിക്കുമ്പോൾ മുതലേ അമ്മയൊക്കെ ഇതൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്ന്, പിമ്പിൾസൊക്കെ നല്ലവണ്ണം വരുന്ന ഒരു സ്കിന്ന് തന്നെയായിരുന്നു എൻ്റെ. സോ അതൊക്കെ ആ സമയത്തൊക്കെ പറഞ്ഞു തന്ന് ഇതുപോലെ ലൂക്ക് വാം വാട്ടറിൽ കഴുകുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുതിലേ പോലെ ചെയ്തുകൊണ്ടിരുന്നത് കാരണം അത്രയ്ക്കൊരു യൂസാണ്. സോ ഡെഫിനറ്റ്ലി ഞാൻ എൻ്റെ അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും ഒക്കെ ഒരുപാട് താങ്ക്സ് പറയണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് റിസൾട്ട് എന്ന് വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വന്ന് കമൻറ്റ് ചെയ്താൽ മതി. ട്രൈ ചെയ്യുമ്പോൾ നിങ്ങളിത് ഓൾറെഡി ട്രൈ ചെയ്തിട്ടുള്ളതാണെങ്കിൽ പറയൂ എങ്ങനെയുണ്ട്, നിങ്ങൾ ഇട്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ അത് കാണുന്ന മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആകും. സോ താങ്ക് യു സോ മച്ച് ഫോർ
ജോയിനിങ് വിത്ത് മീ. എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടിയതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ബിക്കോസ് എനിക്ക് ഒരുപാട് കൂട്ടുകാരുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. സോ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഓക്കെ.